സ്നേഹ. അപ്പോൾ ഞങ്ങളുള്ളത് കൃഷ്ണ ഓലയിലാണ്. അത് ഇവിടുത്തെ വലിയൊരു ഫേമസ് സ്ഥലമാണ്. സോവനീർ ഷോപ്പാണ്. അപ്പോൾ വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ കയറിക്കണം. ഓക്കെ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു കൃഷ്ണൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരെ നമ്മൾക്ക് ഇപ്പോൾ ടാക്സിയോ അല്ലെങ്കിൽ ഗ്രാബോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവർ ഇറക്കി വിടും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ഉള്ളിലേക്ക് വരുന്നിടത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതൊരു മൾട്ടി ലെവലിലായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. നമ്മൾ മുമ്പ് പോയ ആ ഷോപ്പിംഗ് ചെയ്യാൻ പോയ മാൾ ഗലേറിയേക്കാളും അത്യാവശ്യം വലിയ ഇതായിട്ട്. നാട്ടിലെ ലുലുവിൽ ചെന്ന വരികയില്ലേ? ഏതാ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇന്തോനേഷ്യക്കാരുടേതായ കുറേ സ്വീറ്റ്സും സ്നാക്സും എല്ലാം കുറേ പ്രൊമോഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മിക്കതുമേ അവർ എഴുതിയിട്ടുണ്ട് ടെസ്റ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ചിലതൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട്, ചിലതിന് ടെസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതേമാതിരി കുറേ കോഫി ബ്ലെൻഡുകൾ വെച്ചിട്ടുണ്ട്. അതായത് പൊടിക്കകത്തും പൊടിച്ചുമായിട്ടുള്ള ലുവ കോഫി. ഇവിടെ കുറേ കൂടി ചീപ്പായിരുന്നു മറ്റുള്ളയിടത്ത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ സ്നേഹ എപ്പോഴും ഓട്ടോമാറ്റിക്കലി പോകുന്ന മാതിരി വളയും കമ്മലും മാലയും അങ്ങനത്തെ സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എപ്പോഴും പോകണ മാതിരി തന്നെ പോയിട്ടുണ്ട്. ഇപ്പുറത്ത് കുറേ ഈവൻ നോർമലി ആയിട്ടുള്ള അല്ലാതെ തന്നെ സിൽവറിൻ്റെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കൃഷ്ണൻ്റെ മാതിരത്തെ ഒരു സ്റ്റാച്യൂവും ഗണപതിയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാളും ഉണ്ട് സോഡായിട്ടുള്ളതെന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നു എന്തോ ഇവിടെ മിക്കയിടത്തും ഉണ്ട്, അതങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിൽക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മാർക്കിലൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങണം കുറേ കൂടി എളുപ്പമായിരിക്കും. നമുക്ക് സിംഗിൾ സ്റ്റോപ്പ് ഷോപ്പിംഗ് എന്നുള്ള രീതിയിലാണ്. ഇത് മാലയാണോ അതോ കണ്ടില്ലായിരുന്നു? കുഴപ്പമില്ല. ഇവിടെ അങ്ങോട്ട് ഒരുപാട് ലേഡീസിൻ്റെ സാധനങ്ങളുണ്ട്. ഈ പറഞ്ഞ ഒരു വള, മാല, കമ്മല്, പൊട്ട് അങ്ങനെ പറഞ്ഞവരിങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂട്ടി തന്നെ ഇട്ടേക്കാണ്. പിന്നെ സ്നേഹ അതിൻ്റെ സൈഡിലേക്ക് തന്നെ മാറുകയുണ്ടായത്. ഇതെല്ലാം കുറേ കളിക്കണ സാധനങ്ങളായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മാറ്റ സാധനങ്ങളാണ് ഇതെല്ലാം. Sorry. Excuse me. Can I try something up here? അയ്യോ, എൻ്റെ സഹധർമ്മിണി എവിടെ പോയി? അവളെ എവിടെ മിസ്സായല്ലോ. ഒരുപാട് പണ്ട് നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പിലേക്ക് കണ്ട മാറ്റം ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തോ ഇവിടുത്തെ മാതിരി തന്നെ ഉപയോഗിക്കുന്ന എന്തോ ഒരു വാദ്യോപകരണമാണ്. ഞങ്ങൾ മുമ്പ് പോയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരത് സോവനിയറായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരണം. ഇത് പുറം മാന്താനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നാട്ടിലൊക്കെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന മാതിരി സ്റ്റീലിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ വെച്ചാൽ എല്ലാം ഒട്ടുമിക്കത് മരം കൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. കൂടുതലും എക്കോ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്കെല്ലാം കൊണ്ടുപോകാൻ പാകത്തിനാണ് അവർ ചെയ്യുന്നത് തന്നെ. ആ ഇത് കൊള്ളാലോ. അത് നല്ലതാണ്. ഇതുപോലത്തെ അവിടെ വേറെ ഉണ്ട്, നിന്നെ കാണാം. ഇത് നല്ലതല്ലേ? ആളുകൾ കായലുമേ കഴുത്തിലൊക്കെ പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സാധനം. പല ടൈപ്പിലുള്ള ഡിസൈൻസിലുള്ള പാറ്റേണിലുള്ളതെല്ലാം പല പല സെക്ഷനായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഷോപ്പ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമാവുന്ന രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഒട്ടുമിക്കത് മിക്സല്ല, പലതും പല പല സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. എടുത്തോ നീയോ, നിന്റെ ഇഷ്ടംമാരി എടുത്തോ നീയോ. ഇവരിവിടുത്തെ ട്രഡീഷണൽ സാധനം. ഈ കണ്ട സാധനം എന്ന് വെച്ചാൽ ഒരുപാട് അമ്പലങ്ങളിലും അല്ലെങ്കിൽ ആഘോഷം നടക്കുന്നിടത്തൊക്കെ പിന്നെ വഴിയോരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പല പല കളറിലിങ്ങനെ വലിയ സാധനങ്ങൾ വെച്ചിരിക്കണം നമ്മൾ കണ്ടായിരുന്നു പല സമയത്തും. കൈറ്റാണോ അത്? ഹലോ, വാട്ട്സ് ദീസ്? What's these things? It's a kite. Oh. Yeah.
Do you have like a boat? Boat. Oh. Oh. Okay, thank you. എടാ അതൊട്ടെ കാണിച്ചേ. എടാ ഇതെന്ന് പറയുമ്പോൾ ഇപ്പം എത്ര രൂപ വരും? ആ കുഴപ്പമില്ല. എനിക്കാ കുറേ ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട്. ഈ ഒരെണ്ണം ഞാൻ എടുക്കുക. ഇല്ല, ഞങ്ങൾ ആരും വണ്ടിയുമൊന്നും ഉപയോഗിക്കുന്നില്ലടോ. കുറേ കീ ചെയിൻ്റെ സെറ്റുകളും ഉണ്ട്, ഒരുപാട് ടൈപ്പ് കളക്ഷൻസ് ഉണ്ട്. കീ ചെയിൻ്റെ തന്നെ പല ടൈപ്പ്. അതേപോലെ ഡ്രീം ക്യാച്ചേഴ്സിൻ്റെ പല വലിപ്പത്തിലും പല രീതിയിലുള്ളതും ഒരുപാട് കണ്ടായിരുന്നു. അത് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഈ ഡ്രീം ക്യാച്ചർ തന്നെ പല ടൈപ്പിലുള്ളതും പല വലിപ്പത്തിലുള്ളതും കണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം കീ ചെയിൻ്റെ സെക്ഷനാണ്. നേരത്തെ കണ്ടത് കൂടാതെ തന്നെ ഒരുപാടുണ്ട്. പല ടൈപ്പിലുള്ള ഡ്രീം ക്യാച്ചേഴ്സ് വെച്ചിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ പല പല മൃഗങ്ങളുടെ ഷേപ്പിലുള്ള വരുന്നുണ്ട്, പിന്നെ ചുമ്മാ ത്രെഡ് വെച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് കീ ചെയിൻസിൻ്റെ തന്നെ ഏരിയ അവർ കൊടുത്തു. അപ്പോൾ പലതിനും പല പല സെക്ഷൻ തിരിച്ചിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ആർക്കും ഒന്നും മിസ്സാവാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ കുറേ ബാഗുകളുടെ സെക്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഷോ കേസിൽ വെക്കാൻ പറ്റുന്ന മാതിരി ഇത് സർഫിംഗ് ബോർഡൊക്കെ വെച്ച ടൈപ്പ്, അങ്ങനെ ഒരുപാട് ഇപ്പോൾ സോവനിയർ ടൈപ്പ് ഒരുപാടുണ്ട്. ഇത് വേറെ കളർഫുള്ളായിട്ടുള്ള ത്രെഡ് കൂടുതലുള്ള ടൈപ്പുള്ള ഡ്രീം ക്യാച്ചേഴ്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പല ടൈപ്പ് ഡ്രീം ക്യാച്ചറിനും പല പല അർത്ഥങ്ങളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പലതിനെയും അവർ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് നല്ലതാ. അത് നല്ലതാട്ടോ. ഇതെല്ലാം ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയ ബാഗിൻ്റെ സെക്ഷൻസ് ആണ്. ഒരു പില്ലർമ തന്നെ വെച്ചിട്ടുണ്ട്. ഇത്രയല്ല, ഇതല്ലാതെ പല ടൈപ്പിലുള്ള ബാഗിൻ്റെ ഉണ്ട്, പല കളറിലുള്ളതുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ബീച്ചിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ളത്, വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് വാട്ടർ ബോട്ടിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബാഗാണിത്. വാട്ടർ ബോട്ടിൽ ബാഗ്സ്, വാട്ടർ ബോട്ടിൽ ബാഗ്സ് ടു പുട്ട് വാട്ടർ. This one fit big bottles or small ones? Just only for small. Oh, you don't have the bigger ones? No, we don't have. Okay, thank you. ഇവിടെയെന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിൽസ് വെള്ളം ഭയങ്കരമായിട്ട് ക്യാരി ചെയ്യുന്ന കാരണം കൊണ്ട് ഒട്ടുമിക്കവരും അതിന് ബാഗുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാഗ് ഉണ്ടെന്ന് വെച്ചപ്പോൾ ചെറിയ ബോട്ടിലിടുന്ന ടൈപ്പേ ഉള്ളൂ. ഇവിടെ ഒട്ടുമിക്കവരും 1 ലിറ്ററിന് മേലെ വെള്ളം ക്യാരി ചെയ്യുന്നതാണ്. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാഗുകളാണ്. അതായത് തുണിയുടെ അല്ലാത്തതും പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് വരുന്നതും. ഇതെല്ലാം ബീച്ച് ബാഗുകളായിട്ടാണ്, ഡ്രൈ ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സ്നേഹം എടുത്തിരിക്കുന്നത് തുണി കൊണ്ട് ഉണ്ടാക്കിയ ടൈപ്പാണ്. ഇങ്ങനത്തെ ബാഗുകളൊക്കെ ഞങ്ങൾ പല ടെമ്പിളിൽ പോയപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ പല ഡിസൈനിലുള്ള ടൈപ്പ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 1-2 ബാഗുകൾ. ഇതെല്ലാം നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ബാഗുകളാണ്. അപ്പോൾ റേറ്റുകളെല്ലാം വളരെ ചീപ്പാണ്. ഏകദേശം നമുക്ക് $2 എന്നുള്ള രീതിയിലാണ് പല ബാഗുകളും വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ സ്വന്തമായിട്ടുള്ള ബാഗുകൾ കൊണ്ടുപോകുന്നൊരു രീതിയിലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതൽ മൾട്ടി ടൈമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗുകൾ യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അത് വളരെ കുഞ്ഞു ബാഗാട്ടാ. $3 വളരെ കുഞ്ഞു ബാഗാണ്. അതും നന്നായിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എത്ര? ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങളുടെ ലഗേജ് ഓൾറെഡി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഡ്രസ്സും എല്ലാം കൊണ്ടുവന്നപ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോയപ്പോൾ ചെറിയ ചെറിയ ഷോപ്പിങ്ങുകളും നടത്തിയാണ്. ഞങ്ങൾക്ക് ഇനി വെയിറ്റ് കൂടുമോ എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ടും ഉണ്ട്. അതും കൊള്ളാം. ശരി. ഇത് സ്ലിംഗ് ബാഗ് ആണല്ലേ? അത് ശരിയാ. എടോ ഇത് മാത്രല്ല കേട്ടോ, ഇനിയുണ്ട് അപ്പുറത്തേക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെയും ഉണ്ട്. ഏതാ? കാറി വെക്കുന്ന സാധനം കണ്ടില്ലായിരുന്നു. മറ്റേ ബാഗുകള്
ദോശക്കല്ലും സ്പൂണുകളും വേണമെങ്കിൽ കുറച്ച് പറക്കിയെടുത്തോ. സോവനിയെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വീട്ടിൽ പണിക്ക് വേണ്ടിയിട്ടാണോ? പണിയായത് അപ്പുറത്തേലുണ്ട്, കയ്യിലൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ബാഗുകൾ ഞങ്ങൾ തീർത്തേമ്പുള്ളൊക്കെ പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവിടത്തെയും വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത പ്രൈസൊക്കെ വെച്ചാൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് കുറേ ഡൗട്ടുകളുണ്ട് ഇങ്ങനത്തെ ബാഗുകളെല്ലാം ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ മെറ്റീരിയൽ കാരണം കുറച്ച് ഡൗട്ടാണ്. നമ്മൾ അധികം അങ്ങനെ എടുത്തില്ലായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങൾ. എനിക്ക് തോന്നണേ ഒരു വീട് പണിത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീട് കയറി താമസിക്കാറാകുമ്പോൾ ഇങ്ങടേക്ക് ഫ്ലൈറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ കാലിയായിട്ട് വരണം. എടുത്തോ. ഞങ്ങൾ അത്യാവശ്യം ഇവിടെ നിന്ന് സ്പൂണും കയ്യിലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മരത്തിൻ്റെ എടുത്തായിരുന്നു. എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ വെച്ച് ഇങ്ങനത്തെ മരത്തിൻ്റെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അത് നല്ല കോസ്റ്റ്ലി ആയിരുന്നു. ഇവിടെ വെച്ച് പ്രൈസൊക്കെ നോക്കിയപ്പോൾ നല്ല കുറവായതുകൊണ്ടാണ് ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. ഞങ്ങൾ കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തായിരുന്നു. ഈ സർഫിംഗ് ബോർഡ് കാണിച്ചിരിക്കുന്ന ഈ സാധനം ഞങ്ങൾ കാറിൽ വയ്ക്കാൻ വേണ്ടി എടുക്കാമെന്ന് വെച്ചു. പക്ഷേ പിന്നെ അത് നോക്കിയപ്പോൾ കുറച്ചുകൂടി വലുപ്പമുണ്ട്. അപ്പോൾ അത് കാറിൽ വയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ അത് തെറിച്ച് പോരുമോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ നമ്മളത് വാങ്ങിച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ ചെറുതും കണ്ടായിരുന്നു, പക്ഷെ അത് തെറിച്ച് പോരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് പിന്നെ നമ്മളതൊന്നും എടുത്തില്ലായിരുന്നു. ഇവിടെ ഇനി ഞങ്ങൾ ചെരുപ്പും സാധനങ്ങളുമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി ഒരു ദിവസം ഫുള്ള് വേണം ഇതെല്ലാം കയറി ഇറങ്ങി നടന്ന് നമുക്ക് നോക്കി കാണാനും എല്ലാനും ചെയ്യണം. പിന്നെ നമ്മൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ ചെറിയ വിലയ്ക്കൊക്കെ തോന്നിയതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ. ഇതെല്ലാം വുഡിൻ്റെ ക്രാഫ്റ്റ്സ് ആണിത്. ഇവിടെ ഒരു മുത്തുക്കുടയുടെ മാറ്റൊരു സാധനം കണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അത് ആദ്യം വിചാരിച്ചു എടുക്കാമെന്ന് വിചാരിച്ചു. ഇവരെ മറ്റേ തൊപ്പിയാണ് ഞാൻ വാങ്ങിച്ചേനെ. ഇതിന് എത്ര രൂപ? അത് കൊള്ളാലോ കാണാൻ. ഇവിടെ ഇങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക കരകൗശല വസ്തുക്കൾ എന്ന് പറഞ്ഞ മാതിരി മരത്തിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. നമുക്കത് ഗിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വയ്ക്കാം. ഇതൊന്നും വാങ്ങിക്കാമെന്ന് വെച്ചാൽ പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അത് മടക്കാനും പറ്റില്ല. പിന്നെ പെട്ടിയിൽ വെക്കുമ്പോൾ അത് ഒടിയാനും സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറി ഇനി അപ്പുറത്തേക്കുള്ള വേറെ സെക്ഷനുകളൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി. മുകളിലോട്ട് എസ്കലേറ്റർ എടുക്കാം. എസ്കലേറ്റർ എടുക്കാടോ? അല്ല, അപ്പുറത്ത് മുകളിലോട്ടുണ്ട്. ഈ സെക്ഷന് ഫോളോന്ന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്നും കൂടി എന്താ പറയുക വളയും മാലയും കമ്മലിൻ്റെ ഇടയിലേക്കും ഓടിപ്പോയിരിക്കും. എന്തെങ്കിലും കൂടി അതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. ബാലി ഡാൻസർ. ഓ, അത് മറ്റേ ഡിഫ്യൂസറിനകത്ത് ഒഴിക്കുന്ന സാധനങ്ങളാട്ടോ. ഇതെല്ലാം പെർഫ്യൂംസിൻ്റെ മാരത്തെ ഐറ്റംസ് ആണ്. അതായത് നമുക്ക് അരോമ യൂസ് ചെയ്യുന്ന ടൈപ്പ്, നമുക്ക് ഡിഫ്യൂസറുകളോ അങ്ങനത്തെ അതിലൊക്കെ ഒഴിക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ, പിന്നെ സോപ്പ്, അങ്ങനത്തെ കുറച്ച് എന്താ പറയുക കോസ്മെറ്റിക് സാധനങ്ങളൊക്കെയാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലൊന്നും നമ്മൾ കയറിയില്ലെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സാധനങ്ങളൊന്നും അത് നോക്കാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ഫ്ലോറിലേക്ക് നേരെ കയറി പോവാണ് ചെയ്തത്. ഓ, നമ്മളാ ചെറുത് കണ്ടതിൻ്റെ വലുതാണ് ഈ കാണുന്നത്, മറ്റേ റെഡ്. ഒന്ന് മടക്കി തരുന്നെങ്കിൽ മറ്റേ സാധനം നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. മടക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വാങ്ങിക്കുന്നില്ല. ഓ, ഇത് ഫുള്ള് ഡ്രസ്സാട്ടാ. ഈ ഫ്ലോറ് മുഴുവനും ഡ്രസ്സിൻ്റെയാണ്. അതായത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകളും അല്ലാത്ത ഡ്രസ്സുകളുമാണ്. പിന്നെ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ തന്നെ ട്രഡീഷണൽ ഡ്രസ്സുകളാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോർ മാതിരിയാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ സോവനീറായിട്ട് വാങ്ങിക്കാൻ പാകത്തിന്. അതേമാതിരി സരോങ് ഉണ്ട്, നമുക്ക് ഈ പറഞ്ഞ ബീച്ച് ഷർട്ടുകളുണ്ട്, ഒരുപാട് ഡ്രസ്സുകളുടെ മാത്രമായിട്ടുള്ളൊരു ഫ്ലോറാണത് മൊത്തത്തിൽ തന്നെ. ഇവിടെ നമ്മൾ മറ്റേ മോളിൽ കണ്ട മാതിരി തന്നെ എന്താ പറയുക നമ്മൾ ബ്രാൻഡഡ് ഡ്രസ്സുകളോ അങ്ങനെയൊന്നും കണ്ടില്ലായിരുന്നു. ഇവരുടേതായിട്ടുള്ള തനതായ ഡ്രസ്സുകളും അതിൻ്റെ കളക്ഷൻസും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അത്യാവശ്യം സാധനങ്ങളെല്ലാം നമ്മളിനി വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം ഇനി ബില്ല് ചെയ്ത് ഇവിടെ നിന്ന് പതിയാനെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാമെന്നായി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാവരും. You take card? You take card? Okay. കയ്യിലൊക്കെ എടുത്തായിരുന്നോ?
സോവനിയർ അല്ലേ? സോനിയറിന്ന് എടുത്ത, പക്ഷേ വീട്ടിൽ ഉപയോഗിക്കാൻ എടുത്തത്. ആക്ച്വലി ഇത് കൃഷ്ണമല അത്യാവശ്യം വലുതാണ്. നമ്മുടെ നാട്ടിലെ ലുലു മാതിരിയാണ്. ലുലു പോലെ ഒന്നുമില്ല, ഒരു നോർമൽ 3 നിലയുള്ള സാധാരണ സൂപ്പർ മാർക്കറ്റ്. നമ്മുടെ നാട്ടിലെ പോത്തീസ് തുണിക്കടയൊക്കെ പോലെ. സോവനീഴ്സും സാധനങ്ങളും ഒരുപാട് നമുക്ക് ഇവിടെ വന്നേ പിന്നെ ആണോ? ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ലുലു വെച്ചൊന്നും ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഉദ്ദേശിച്ച ലുലു പോലെ മൾട്ടി സ്റ്റോർ. പോലും ഇല്ല. പിന്നെയാണ് ലുലു. നീ എന്നെ അങ്ങ് വെറുപ്പിക്കുകയാണല്ലോ. ചെറിയൊരു 3 നിലയുള്ള തുണിക്കട, ചെറിയ വലിയൊരു തുണിക്കട. പോത്തീസൊക്കെ പോത്തീസ് ഇത്ര തന്നെയുള്ളൂ. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാ കയ്യിലും ഇതൊക്കെ ആയിട്ട് ഇതിനകത്തേക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.